അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മക്കത്തു വൽ മദീനത്തു എന്നുള്ള പാഠമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്തുഫിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിലുള്ളത് അല്ലേ. അപ്പോൾ ആത്തുഫിൻ്റെ അക്ഷരങ്ങൾക്ക് ആത്തിഫ് എന്ന് പറയും എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. ആത്തുഫിൻ്റെ അക്ഷരങ്ങൾക്ക് എന്താ പറയാം? ആ പദത്തിൽ വരുമ്പോൾ ആത്തിഫ് എന്ന് പറയും, മുമ്പുള്ളതിന് മഅ്തൂഫ് അലൈഹി എന്ന് പറയും, ശേഷമുള്ളതിന് മഅ്തൂഫ് എന്നും പറയും. അത് നമ്മൾ ഇന്നലെ പഠിച്ചു. അതുപോലെ 10 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. ഔ, ബൽ, ഹത്ത, ഫ, വാവ്, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, വല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇനി നമുക്കിത് പഠിക്കാനുള്ളത് അതിലെ ഉദാഹരണങ്ങളിലേക്ക് പോയി നോക്കാം. ഇതും കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ പാഠം വിശദമായിട്ട് മനസ്സിലാവും. അപ്പം നഖ്റഉൽ അംസില, നമുക്ക് ഉദാഹരണങ്ങൾ വായിക്കാം. എന്താണ് ഒന്നാമത്തെ ഉദാഹരണം? ഇസ്തറൈത്തുൽ കലമ വൽ ഖിർതാസ, ഞാൻ കടലാസും പേനയും വാങ്ങി. കലം എന്ന് പറഞ്ഞാൽ പേന എന്നാണ് അർത്ഥം, പേന. ഖിർതാസ് എന്ന പേപ്പർ, ഞാൻ പേനയും പേപ്പറും വാങ്ങി. അപ്പോൾ ഇവിടെ എന്താണ്? കലം എന്ന് പറഞ്ഞാൽ പേന, ഖിർതാസ് എന്ന പേപ്പർ. അതിൻ്റെ ഇടയിൽ വാവ് വന്നപ്പോൾ കലമും പേനയും എന്നായി അല്ലേ. അപ്പോൾ ഇതിനാണ് ഇവിടെ ആത്തിഫ് എന്ന് പറയുക. ഇതിനെന്ത് പറയും? മഅ്തൂഫ് അലൈഹി എന്ന് പറയും. ഇതിന് മഅ്തൂഫ് എന്ന് പറയും അല്ലേ. അത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ഇന്നലെ ഒരു നിയമം പറഞ്ഞിരുന്നു അല്ലേ. ആ നിയമം മനസ്സിലാക്കണം. എന്താണ്? വൽ മഅ്തൂഫു യത്ബഉൽ മഅ്തൂഫ് അലൈഹി ഫിൽ ഇറാബി, ഇറാബിൻ്റെ വിഷയത്തിൽ മഅ്തൂഫ് അലൈഹിയെ പിന്തുടരും. അപ്പോൾ ഇവിടെ ഇതാണ് മഅ്തൂഫ്, ഇത് എന്ത് ചെയ്യും? ഇതാണ് എന്ത്? മഅ്തൂഫ് അലൈഹി. ഇറാബിൻ്റെ വിഷയത്തിൽ ഇതും സമമായിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കലമിനും ഖിർതാസിനും ഒരേ ഇറാബ ഉണ്ടാവുക. അത് നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ഇസ്തറൈത്തുൽ കലമ എന്നുള്ളിടത്ത് എന്തുള്ളത്? കലമ എന്നല്ലേ ഉള്ളത്, കലമ അല്ലേ. വൽ ഖിർതാസ അല്ലേ. നമുക്ക് രണ്ടും കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഉദാഹരണം. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഖദിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു. ഖദിമ എന്ന് പറഞ്ഞാൽ വന്നെത്തി, ഹാജിമാർ വന്നെത്തി. ഹത്തൽ മുഷാത്തു, കാൽനടക്കാർ വരെ. ആ വരെ എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികൾ വരെ വന്നില്ലേ. നമ്മൾ ഇപ്പോൾ മദ്രസയിൽ പാട്ട് പാടി, 1-ാം ക്ലാസ്സുകാർ വരെ പാട്ട് പാടി എന്നൊക്കെ പറയുന്നത് അവരും ഉൾപ്പെടെ എന്നുള്ളൊരു അർത്ഥത്തിന് പറയുന്ന ഒരു വര ഉണ്ടല്ലോ, ആ വര എന്നുള്ള അർത്ഥമാണ് ഹത്തൊക്കെ ഉണ്ടാവട്ടോ. ഇപ്പോൾ ഹാജിമാർ വന്നു, ഹത്തൽ മുഷാത്തു, കാൽനടയായി വരുന്ന ആളുകൾ വരെ എത്തി എന്നർത്ഥം കേട്ടോ. ഹാജിമാരെത്തി, കാൽനടയായി വരുന്നത് വരെ, അവരും വരെ. അപ്പോൾ ഇവിടെ ഹത്ത എന്നുള്ളതാണ് ഇവിടെ എന്ത്? ആത്തിഫ് കേട്ടോ. ആത്തിഫ് ആരാണ്? ഹത്തയാണ്. ഹുജ്ജാത്ത് എന്താണ്? മഅ്തൂഫ് അലൈഹിയാണ്. മുഷാത്ത് എന്താണ്? മഅ്തൂഫാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എന്തുണ്ട്? ഹുജ്ജാജു അല്ലേ. ഹുജ്ജാജു, മുഷാത്തു രണ്ടും എന്താണ്? ഒരേപോലെയാണ് അല്ലേ. പിന്നെ അടുത്തതുള്ളത് ജാഅത്തിൽ ഉമ്മു ബലിൽ ജദ്ദത്തു. ജാഅത്തിൽ ഉമ്മു, ഉമ്മ വന്നു. ബൽ ജദ്ദത്തു, അല്ല വല്യമ്മയാണ് വന്നത്. ആ രൂപത്തിൽ നമ്മൾ പറയില്ലേ, ഉമ്മ വന്നു അല്ല വല്യമ്മ എന്ന് പറയില്ല. ആ രൂപത്തിലുള്ള ഒരർത്ഥത്തിലാണ് ബൽ എന്നത് പ്രയോഗിക്കുക. ബൽ എന്നത് പ്രയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ബൽ എന്നതാണ് ആത്തിഫ്. ജദ്ദത്ത് എന്നത് എന്താണ് പറയൂ? മഅ്തൂഫാണ് അല്ലേ. ഉമ്മ ഉള്ളത് മഅ്തൂഫ് അലൈഹിയാണ്. അപ്പോൾ ഇവിടെയും ഉമ്മു എന്നുണ്ട്, ജദ്ദത്തു എന്നുണ്ട് അല്ലേ. അത് രണ്ടും ഒരേ രൂപത്തിലാവുന്നുള്ളതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ സജദൽ ഇമാമു ഫൽ മഅ്മൂമു. സജദൽ ഇമാമു, ഇമാമ് സുജൂദ് ചെയ്തു. ഫൽ മഅ്മൂമു, ഉടനെ മഅ്മൂമും സുജൂദ് ചെയ്തു. അപ്പം ഇനി ഓരോന്നും വിശദമായിട്ട് പറഞ്ഞില്ല. ഇമാമ്, മഅ്മൂമ് അല്ലേ. ഒന്ന് ആതിഫാണ്, മറ്റേത് മഅ്തൂഫാണ്, ഒന്ന് മഅ്തൂഫ് അലൈഹിയാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ എന്താണ്? ഫ എന്നുള്ള അക്ഷരമാണ് ഇവിടെ ആതിഫായിട്ട് വന്നത്. പിന്നെ ഇമാമു എന്നുള്ളതിനൂടെ ലമ്മുണ്ട്, മഅ്മൂമിന് ഇവിടെയും ലമ്മുണ്ട്, റഫ് ഉണ്ട് കേട്ടോ. റഫ് എന്നതിന് പറയാം. പിന്നെ ലം യജി ഉമറു ലാക്കിൻ ഖാലിദുൻ. ലം യജി ഉമറു, ഉമർ വന്നില്ല. ലാക്കിൻ ഖാലിദുൻ, എങ്കിലും ഖാലിദ് വന്നു. നമ്മുടെ പ്രസിഡന്റ് വന്നില്ല, പക്ഷേ പ്രസിഡൻറ്റിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയില്ല. ആ രൂപത്തിലൊക്കെ പറയുന്നൊരു അർത്ഥമാണ്. അപ്പോൾ എന്നാലും ഇവിടെ എന്താണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്? എന്താണ്?
ഉമർ എന്നുള്ളത്, ലാക്കിൻ എന്നുള്ളത്, ഖാലിദ് എന്നുള്ളത്. ലാക്കിൻ എന്താണ് നമ്മൾ പറഞ്ഞ ആത്തിഫ് അല്ലേ, എന്താണ് മഅ്തൂഫ് അലൈഹി, എന്തോ മഅ്തൂഫ് അല്ലേ. നമ്മൾ ഇനി തെറ്റാൻ പാടില്ല കേട്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഓർമ്മ വേണം. ഇവിടെ ഉമറു എന്നുണ്ട്, ഇവിടെ ഖാലിദും ഉണ്ട്, രണ്ടിനും റഫ് ആണ് കേട്ടോ. ഉമറു എന്നുള്ളിടത്ത് എന്ത് തൻവീൻ ഇല്ലാത്ത എന്താണെന്നൊക്കെ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അവിടെ പഠിച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് തഅല്ലമൽ വലതുൽ ഖുർആന സുമ്മൽ ഹദീസ. കുട്ടി എന്ത് ചെയ്തു? ഖുർആൻ പഠിച്ചു, പിന്നീട് ഹദീസും പഠിച്ചു, ശേഷം ഹദീസും പഠിച്ചു എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അപ്പം ഇവിടെ സുമ്മയാണ് ആത്തിഫ്, ഖുർആന മഅ്തൂഫ് അലൈഹിയാണ്, ഹദീസ് മഅ്തൂഫാണ്. ഇതിന് രണ്ടിനും ഖുർആന ഹദീസ ആ സംഭവം ഉണ്ട് കേട്ടോ. ഇത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, കാരണം നമുക്ക് ഹർക്കത്തിടാനൊക്കെ ചോദിക്കും ചിലപ്പം. ആ സമയത്ത് നമുക്ക് തെറ്റിപ്പോകാൻ പാടില്ല കേട്ടോ. ഈ രൂപത്തിൽ അത്ഫിൻ്റെ അർഫും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളതിന് രണ്ടും ഒരേ രൂപത്തിൽ ഹർക്കത്ത് രണ്ട് വരും. അതിനു വേണ്ടിയാണ് ഈ കാര്യമൊക്കെ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്ത ഉദാഹരണം, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. കുൻ നീ ആവുക, ആലിമൻ നീ ഒരു പണ്ഡിതനാവുക, ഔ മുതഅല്ലിമൻ അല്ലെങ്കിൽ വിദ്യാർത്ഥിയാവുക. ഔ എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. നീ ആലിമാവുക അല്ലെങ്കിൽ മുതഅല്ലിമാവുക. അപ്പോൾ ഔ എന്നുള്ളതാണ് എന്ത്? ആത്തിഫ്, ആലിമൻ മഅ്തൂഫ് അലൈഹി, മുതഅല്ലിമൻ മഅ്തൂഫ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ഔ എന്നുള്ളതാണ് നമ്മുടെ ആത്തിഫ് കേട്ടോ, അക്ഷരം. ഏത് ആത്തിഫിൻ്റെ അക്ഷരം. ആലിമൻ എന്നുള്ളത് കണ്ടില്ലേ, മുതഅല്ലിമൻ എന്നത് കണ്ടില്ലേ, അതാണ് ഇഅ്റാബ്. രണ്ടും സെയിം ആയിരിക്കും എന്നതാണ്. പിന്നെ അടുത്തത് ഹൽ വാലിദുക താജിറുൻ അം സാരിയുൻ. നിൻ്റെ പിതാവ് കച്ചവടക്കാരനാണോ അതോ കർഷകനാണോ? നിൻ്റെ പിതാവ് കച്ചവടക്കാരനാണോ അതോ കർഷകനാണോ? ആ ഒരർത്ഥത്തിനാണ് ഈ അം എന്നുള്ളത് പ്രയോഗിക്കുക കേട്ടോ. അം എന്നത് അതിനാണ് പ്രയോഗിക്കുക. അം എന്നതാണ് ഇവിടെ എന്ത്? ആത്തിഫ്, താജിറുൻ മഅ്തൂഫ് അലൈഹി, സാരിയുൻ മഅ്തൂഫ് കേട്ടോ, മഅ്തൂഫ് അല്ലേ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് താജിറുൻ എന്നുള്ളത് ഇവിടെ ദമ്മുണ്ട്, ഇവിടെയും ദമ്മല്ല റഫ് എന്നാണ് പറയാം. റഫ് ഇവിടെ റഫ് ഉണ്ട്, മറ്റോട്ടും റഫ് ഉണ്ട്. അടുത്ത ഉദാഹരണം എന്താണ്? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഇന്നാ ഹദൈനാഹു സബീല, നിശ്ചയം നാം അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദിയുള്ളവനായി അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചവനായി. ഒന്നുകിൽ നന്ദി കാണിച്ചു അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചു എന്നാണ്. അങ്ങനെ ഒന്നുകിൽ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയാണ് ഇമ്മ എന്നുള്ളത് എന്ത് ചെയ്യുക? പ്രയോഗിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ? ഇമ്മ ഷാക്കിറൻ എന്നുള്ളിടത്ത് ഷാക്കിറൻ എന്നുണ്ട്, കഫൂറ എന്നുണ്ടല്ലേ, ഇമ്മയോട് എന്ത് ചെയ്യുക? ആത്തിഫ് ചെയ്തപ്പം. അപ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഇത് ആത്തിഫാണ്, പിന്നെ മഅ്തൂഫ് അലൈഹിയാണ്, മഅ്തൂഫാണ് അല്ലേ. അതിന് എല്ലാത്തിനും ഒരേ രൂപത്തിൽ ഇഅ്റാബുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അക്കല ഫരീദുൻ ലാ ഹമീദുൻ. അക്കല ഫരീദുൻ, ഫരീദ് തിന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു. ലാ ഹമീദുൻ, ഹമീദല്ല. അപ്പോൾ തിന്നത് ഹമീദല്ല ഫരീദാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു രൂപത്തിലുള്ള ഒരു വാക്കാണ്. അവിടെ നമ്മൾ എന്ത് പ്രയോഗിച്ചു? ലാ എന്നുള്ളതാണ് ഇവിടെ ആത്തിഫായിട്ട് വന്നിട്ടുള്ളത്. മഅ്തൂഫ് അലൈഹി മഅ്തൂഫ് കേട്ടോ. അപ്പോൾ മഅ്തൂഫ് അലൈഹി ഇവിടെ ഇഅ്റാബ് തന്നെയാണ് മഅ്തൂഫിനും ഉള്ളത്. ഈ രൂപത്തിലാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗം എല്ലാവർക്കും നല്ല രൂപത്തിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്ത ദരിവാത്തിലെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നുജീബു, ഉത്തരം എഴുതാനുള്ളതാണ്. കം ഹുറൂഫൻ ലിൽ ആത്തിഫി വമാഹിയ. ആത്തിഫിന് എത്ര അക്ഷരങ്ങളുണ്ട്, അവ ഏതെല്ലാം? എത്ര അക്ഷരങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു? 10 അക്ഷരങ്ങളാണുള്ളത് അല്ലേ. വമാഹിയ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ശരിക്കും ഉത്തരം അറിയണം. ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഔ ബൽ, അല്ലെങ്കിൽ ഇതാ ഔ ബൽ ഹത്ത ഫാഉൻ വാവുൻ ലാക്കിൻ സുമ്മ അം ഇമ്മ വല. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫാഉൻ എന്നുള്ളിടത്ത് ഫ എന്ന അക്ഷരം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വാവുൻ എന്നുള്ളിടത്ത് വ എന്ന അക്ഷരം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാവുൻ എന്നുള്ളത് വ എന്ന അക്ഷരത്തിൻ്റെ പേരാണ്. ഫാഉൻ എന്നുള്ളത് ഫ എന്ന അക്ഷരത്തിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഫ എന്ന അക്ഷരം മാത്രം ഇതേ രൂപത്തിൽ
ഇവിടെ ഫ എന്നതോടെ ഇതേ രൂപത്തിൽ ഫ എന്ന അക്ഷരം മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ വാവിൻ്റെതും ഇതേ രൂപത്തിൽ വ എന്ന അക്ഷരം മാത്രമേ ഉണ്ടാവുള്ളൂ. വാവുൻ ഫാഉൻ എന്നൊന്നും നമ്മുടെ കലിമത്തുകൾക്കിടയിൽ വരില്ല കേട്ടോ. പിന്നെ അടുത്ത ചോദ്യമുള്ളത് എന്താ? ഫി ഐ ഷൈഇൻ യത്ബഉൽ മഅതൂഫു അൽ മഅതൂഫ് അലൈഹി. മഅതൂഫ് എന്ന് പറഞ്ഞാൽ ആ ആതിഫിൻ്റെ ശേഷം വരുന്ന ഇതുണ്ടല്ലോ, അത് മുമ്പുള്ളതിനെ പിന്തുടരും ഏത് വിഷയത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വിഷയത്തിലായിരുന്നു? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ല യത്ബഉൽ മഅതൂഫു. ഇവിടെ യത്ബഉൽ മഅതൂഫു അലൈഹി അൽ വൽ മഅതൂഫു യത്ബഉൽ മഅതൂഫ അലൈഹി. അല്ലേ, മഅതൂഫ അലൈഹിനെ പിന്തുടരും ഏത് വിഷയത്തിൽ? അതാണ് ഇവിടെ ചോദ്യം. ഫിൽ ഇഅ്റാബി, ഇഅ്റാബിൻ്റെ വിഷയത്തിൽ പിന്തുടരും. ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഫിൽ ഇഅ്റാബി എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഇഅ്റാബി കേട്ടോ. നിങ്ങൾ സ്ക്രീൻ എഴുതുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? ശരിക്കും എഴുതി പഠിക്കുക കേട്ടോ. എഴുതുമ്പം അക്ഷരങ്ങൾക്ക് ഇങ്ങനെ എഴുതിയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഫിൽ ഇഅ്റാബി എന്നതാണ് ഇതിൻ്റെ ഉത്തരം കേട്ടോ. നമുക്ക് അടുത്തതിലേക്ക് പോയേക്കാം. നുക്മിലു ബിൽ മുനാസിബ് മിൻ ഹുറൂഫിൽ അത്ഫ്. ഏതാണ്? യോജിച്ച അത്ഫിൻ്റെ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക? വെച്ച് പൂർത്തിയാക്കാൻ. ഈ രൂപത്തിലുള്ള ചോദ്യം എന്തായാലും നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. ഉൻദുർ അഹാക്ക, നീ എന്ത് ചെയ്യുക? നിൻ്റെ സഹോദരനെ സഹായിക്കുക. എങ്ങനെയാണ്? അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ട ആളാണെങ്കിലും, ലാലിമൻ അക്രമിയാണെങ്കിലും, മദ്ലൂമൻ അക്രമിക്കപ്പെട്ട ആളാണെങ്കിലും. അപ്പോൾ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ട ആളാണെങ്കിലും, അപ്പം അക്രമിയാണെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥമാണല്ലോ കൂടുതൽ. ആ ഒരു അർത്ഥം കിട്ടാൻ ഇവിടെ നമ്മൾ ഏത് ഉപയോഗിക്കണം? ഔ എന്നുള്ളത് ഉപയോഗിക്കണം അല്ലേ. ഔ എന്നാണ്. ലാലിമൻ ഔ മദ്ലൂമൻ എന്നുണ്ടാവും കേട്ടോ. അടുത്തത് അക്കൽത്തുൽ യൗമൽ ഹുബ്സ പിന്നെ ലഹ്മ്. ഞാൻ ഇന്ന് എന്ത് ചെയ്തു? റൊട്ടി ഞാൻ എന്ത് ചെയ്തു? ഭക്ഷിച്ചു, അല്ലെങ്കിൽ പത്തിരി ഭക്ഷിച്ചു എന്നൊക്കെ പറയാം. ലഹ്മന ഇറച്ചി. അപ്പം ഞാൻ റൊട്ടി ഭക്ഷിച്ചു, ഇറച്ചി. അപ്പോൾ ഇറച്ചിയും എന്നുള്ള അർത്ഥം കിട്ടേണ്ടില്ല. അപ്പോൾ യും എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തേ പറഞ്ഞിരുന്നത്? ഏതാണ് പ്രയോഗിക്കേണ്ടത്? വാ പ്രയോഗിക്കണം അല്ലേ, വാ. അപ്പം അക്കൽത്തുൽ യൗമൽ ഹുബ്സ വൽ ലഹ്മ എന്ന് പറയാം കേട്ടോ. അടുത്തത് സ്വല്ലൽ മുസല്ലിയൽ ഫർള. സ്വല്ലൽ മുസല്ലി, നിസ്കരിക്കുന്ന ആളെന്ത് ചെയ്തു? നിസ്കരിച്ചു. ഫർള, ഫർളിനെ നിസ്കരിച്ചു. ഡാഷ് അസുന്നത്ത, സുന്നത്തിനെ നിസ്കരിച്ചു എന്നാണ് വേണ്ടത്. എത്ര പറഞ്ഞാൽ സുന്നത്ത് വരെ എന്നാവും. ഇമ്മ പറഞ്ഞാൽ ഒന്നുകിൽ ഫർള് അല്ലെ സുന്നത്ത് എന്നാവും. ശരിക്കും യോജിച്ചാൽ എന്താണ്? ഫർള് നിസ്കരിച്ചു, ഉടനെ സുന്നത്ത് നിസ്കരിച്ചു. അപ്പം ഫസ് സുന്നത്ത് എന്നുണ്ടാവും കേട്ടോ. ഫസ് സുന്നത്ത്. അപ്പം നിസ്കരിക്കുന്ന ആൾ ഫർള് നിസ്കരിച്ചു, ഉടനെ സുന്നത്ത് നിസ്കരിച്ചു. ഖാലു ലബിസ്ന യൗമൻ, ഖാലു ലബിസ്ന യൗമൻ ഡാഷ് യൗമിൻ. അതൊരായത്താണ്. അപ്പോൾ അവിടെ നമുക്ക് യാതൊരു നിലക്കും മാറ്റാൻ പറ്റില്ല കേട്ടോ. നാം ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ പകുതിയോ വസിച്ചിരിക്കുമെന്ന് അവർ പറഞ്ഞു. അതായത് ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസമൊക്കെ നമ്മൾ താമസിച്ചു എന്ന് അവർ പറഞ്ഞത്. ഈ അൽ കഹ്ഫിൽ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ അൽ കഹ്ഫിൻ്റെ ആളുകൾ പറഞ്ഞ കഥയിൽ ആ സംഭവമാണത്. അപ്പോൾ നിങ്ങൾ ആ കഥ ഒന്ന് വായിച്ചു നോക്കുക. 300 വർഷമൊക്കെ ഉറങ്ങിയിട്ട് നമ്മൾ ഒരു ദിവസമോ അര ദിവസമൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഏതായാലും ആ കഥയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ഔ എന്നുള്ളതാണ് വേണ്ടത് കേട്ടോ. ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം എന്നുള്ള അർത്ഥത്തിന് ഔ എന്നാണ് വേണ്ടത് കേട്ടോ. ബാഗുള്ള യൗം പറഞ്ഞാൽ അര എന്നല്ല, അല്പം, ദിവസത്തിൻ്റെ പകുതി ഭാഗം, അല്പം ഭാഗം കേട്ടോ. ബാഗ അല്പം എന്നൊക്കെ അർത്ഥം. പിന്നെ അടുത്തതുള്ള ഐന ബൈത്തുക്ക ഫിൽ ഖറിയത്തി. ഐന ബൈത്തുക്ക ഫിൽ ഖറിയത്തി, ഗ്രാമത്തിൽ നിൻ്റെ വീട് എവിടെയാണ്? ഐന ബൈത്തുക്ക, നിൻ്റെ വീട് എവിടെയാണ്? ഫിൽ ഖറിയത്തി, ഗ്രാമത്തിലാണോ? ഫിൽ മദീനത്തി, പട്ടണത്തിൽ. അപ്പോൾ ഗ്രാമത്തിലാണോ പട്ടണത്തിലാണോ എന്നുള്ളൊരു അർത്ഥമാണ് കിട്ടേണ്ടത്. അതിനിപ്പോൾ നമ്മൾ എന്താണ് പ്രയോഗിക്കേണ്ടത്? അം എന്നുള്ളതാണ് പ്രയോഗിക്കേണ്ടത് അല്ലേ. ഗ്രാമത്തിലാണോ അല്ല പട്ടണത്തിലാണോ എന്നുള്ളതിന് അം എന്നിട്ടോ. ഐന ബൈത്തുക്ക ഫിൽ ഖറിയത്തി അം ഫിൽ ബൈത്തി, ഗ്രാമത്തിലാണോ അല്ല പട്ടണത്തിലാണോ എൻ്റെ വീട് എന്നുള്ള രൂപത്തിലുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലിസാനിൽ നമ്മുടെ പാഠത്തിൽ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് മാത്രമേ ചോദ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. പുറത്തുനിന്നുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പാഠത്ത് പറഞ്ഞ കാര്യങ്ങൾ നല്ല രൂപത്തിൽ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയും കേട്ടോ. അടുത്തതുള്ളത് നൾബിത്തു ബിൽ അഷ്കാൽ. എന്താണ് പറഞ്ഞത്?
ഹർക്കത്തിട്ട് കൊടുക്കാൻ. താഴെ കാണുന്ന സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഹർക്കത്തിട്ട് കൊടുക്കാൻ. താഴെ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഹർക്കത്തിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അപ്പം ജലസൽ ഉസ്താദു എന്നാണ്. ജലസ കാണുന്നുണ്ടോ? ജലസൽ ഉസ്താദു ഉസ്താദു സുമ്മത്തുല്ലാബു എന്നാണ് കേട്ടോ. തുല്ലാബു. അപ്പോൾ ഇവിടെ ഈ സാധനം കൃത്യം ശ്രദ്ധിക്കണം. ഇവിടെ ഉസ്താദു എന്നുള്ളത് ഇവിടെ തുല്ലാബു എന്ന് വേണം. സുമ്മ വന്നതല്ലേ. അപ്പോൾ ആത്തിഫ് ഏതാണ്, മാത്തൂഫ് ഏതാണ്, മാത്തൂഫ് അലൈഹി ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാം? ഉസ്താദ് ഇരുന്നു, പിന്നീട് വിദ്യാർത്ഥികളും. ജലസൽ ഉസ്താദു ഉസ്താദ് ഇരുന്നു, സുമ്മത്തുല്ലാബ് പിന്നെ വിദ്യാർത്ഥികളും ഇരുന്നു കേട്ടോ. അടുത്തത് ഇഷ്തറൈത്തു എന്നാണ്. ഇഷ്തറൈത്തു ഇഷ്തറൈത്തു കിതാബൻ വ കലമൻ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കിതാബൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ കലമൻ എന്ന് തന്നെ വേണം കേട്ടോ. ആത്തിഫിൻ്റെ അക്ഷരം ഏതാണ്? ഈ വാവാണ്. ആത്തിഫിൻ്റെ അക്ഷരം ഏതാണ്? വാവാണ് കേട്ടോ. ആത്തിഫ് ആരാണ്? വാവേ. ഹർക്കത്തിനാ ശരിക്കും മനസ്സിലാക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്താണ് ഇഷ്തറൈത്തു പറഞ്ഞാൽ ഞാൻ വാങ്ങി. കിതാബൻ കിതാബൻ പുസ്തകം. വ കലമൻ പേനയും, പുസ്തകവും പേനയും വാങ്ങി കേട്ടോ. പിന്നെ അടുത്ത എന്താണ്? അക്കൽത്തു അക്കൽത്തു പറഞ്ഞാൽ ഞാൻ തിന്നു. അസ്സമക്ക അസ്സമക്ക എന്തിനെ? സമക്ക് മത്സ്യം. ഹത്ത റഇസഹ കേട്ടോ. ഹത്ത റഇസഹ ഞാൻ മത്സ്യം തിന്നു. ഹത്ത റഇസഹ അതിൻ്റെ തല വരെ തിന്നു. തല അടക്കി തിന്നു എന്നൊക്കെ പറയില്ലേ, അതാണ് ഹത്ത റഇസഹ. അപ്പോൾ ഹത്ത എന്നുള്ള ആത്തിഫാണ്. സമക്ക എന്നുള്ള എന്താണ്? മാത്തൂഫ് അലൈഹിയാണ്. റഇസഹ മാത്തൂഫാണ്. അപ്പോൾ സമക്ക എന്നിട്ടോടെ സമക്ക സമക്കത്ത റഇസഹ റഇസ കേട്ടോ. ഇവിടെ സാന്നുണ്ടാവും. അത് രണ്ടാണ് ഇവിടെ കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ നല്ല രൂപത്തിൽ ഈ സാധനം മനസ്സിലാക്കിയാൽ അവിടെ ഏതാണ് ഇറാബ് എന്നുള്ളത് കാണാൻ കഴിയുള്ളൂ. ചില സ്ഥലത്ത് ഇറാബ് കാണാത്തൊരു കാണില്ല പറഞ്ഞാൽ അത് നെഹ്വിൻ്റെ നിയമങ്ങളാണ്. നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ. ഏതായാലും നമുക്ക് അറിയണമാരൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇഖ്റ മിനൽ ഖുർആനി എന്നുണ്ട്. ഇഖ്റ മിനൽ ഖുർആനി ഇഖ്റ മിനൽ ഖുർആനി കുല്ല യൗമിൻ സൂറത്തൻ ഔ സഫ്ഹത്തൻ. നിങ്ങൾ ഖുർആനിൽ നിന്ന് എല്ലാ ദിവസവും ഒരു സൂറത്ത് ഓതുക, അല്ലെങ്കിൽ ഒരു പേജ് ഓതുക. ഒരു പേജോ അല്ലെങ്കിൽ ഒരു സൂറത്തോ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാ ദിവസവും ഓതുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ എന്താണ്? സൂറത്തൻ എന്ന് വന്നു ഇവിടെ അല്ലേ. സുഫ്ഹത്തൻ എന്ന് വന്നു ഇവിടെ. ഔ എന്നത് വന്നതുകൊണ്ട് അപ്പോൾ ഔ എന്നതാണ് ഇവിടെ ആത്തിഫ്. മാത്തൂഫ് അലൈഹി മാത്തൂഫ് കേട്ടോ. അതാണ് ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ മൊത്തത്തിൽ പറയുന്നത്. ആത്തിഫിനെയും മാത്തൂഫിനെയും കുറിച്ചാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവിടെ മുഷാത്ത് എന്ന് പറഞ്ഞാൽ കാൽ നടക്കാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ അത് വാക്കർത്ഥം എഴുതാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കി വെക്കാം ഇൻഷാ അല്ലാഹ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ നോട്ട്സിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ്.